ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പഴയ മാഗസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. പെയിൻ്റൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു പഴയൊരു മാഗസിൻ എടുക്കുക. പഴയ മാഗസിനിൽ കുറച്ച് പേജ് ഒന്ന് നമ്മളൊന്ന് കീറിയെടുക്കണം. മാഗസിനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തായാലും മതി. ന്യൂസ് പേപ്പർ ആയാലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിവിടെ ഒരു മാഗസിനാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിൽ കുറച്ച് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള കുറച്ച് പേജസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കീറുകയാണ്. നമുക്ക് ഈ കീറുന്നതിന് പ്രത്യേകിച്ചൊരു സൈസൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കീറിയെടുക്കാം. പക്ഷേ ആ ഒരു നല്ല യൂണിഫോമായിട്ട് കീറുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ലാസ്റ്റുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ഞാൻ എന്തായാലും കറക്റ്റ് സ്ക്വയർ ആയിട്ടൊന്നുമല്ല കട്ട് ചെയ്തെടുക്കുന്നത്. പല സൈസിലാക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ബോട്ടിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ ഫെവിക്കോളിന് ഒരു 2 സ്പൂൺ വെള്ളം എന്നുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇന്ന് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് ബോട്ടിലില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ചെയ്താൽ വൃത്തിയാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിലെടുത്ത് ചെയ്യുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ഒരു ബോട്ടിലാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ എന്തെടുത്തിട്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു ഫെവിക്കോളും വെള്ളവും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് ബോട്ടിൽ ഒരു ഭാഗം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ പേപ്പേഴ്സ് ഇങ്ങനെ ചുളിവ് വരാതെ ഒന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് വേറെ ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ തീരെ ബോട്ടിൽ കാണാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചുളിവും വരാതിരിക്കണം. ചുളിവ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കണം. ന്യൂസ് പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടെ നൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, അപ്പോൾ അത്ര പെട്ടെന്ന് ചുളിവ് വരില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗ്യാപ്പ് വരാത്ത രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ സൈഡിൽ ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഈ പേപ്പേഴ്സ് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ശരിക്കും ഫെവിക്കോൾ ആവാത്ത ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ആ ഫെവിക്കോൾ ഒന്ന് ആ പേപ്പറിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ശരിക്കും ഒന്ന് പേപ്പറൊക്കെ ഒന്ന് സ്റ്റിക്കായി കിട്ടിക്കോളും. നിങ്ങൾക്ക് പേപ്പേഴ്സ് ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഒട്ടിക്കുന്നതിന് മുമ്പ് ബോട്ടിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാതെ ഓരോ പേപ്പേഴ്സും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പേപ്പർ ശരിക്കും അങ്ങ് സ്റ്റിക്കായി കിട്ടിക്കോളുമല്ലോ. ഞാനപ്പോൾ ബോട്ടിൽ നേരിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ പേപ്പേഴ്സ് ഒട്ടിച്ചതാണ്. അതുകൊണ്ടാണ് ചില ഭാഗത്തൊക്കെ ഗം എത്താത്തത്. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഫെവിക്കോള് 1 സ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം എന്നുള്ള രീതിയിലാണ് നല്ലത്. ഇനി തീരെ ഫെവിക്കോൾ നിങ്ങളുടെ കയ്യിൽ കുറവാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. പേപ്പേഴ്സ് അല്ലാതെ പെട്ടെന്ന് ഒട്ടിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ വലിയ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഒട്ടിച്ചിട്ട് ബോട്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലും ഒന്ന് താഴ്ഭാഗമില്ലേ അവിടെ ഒന്ന് കുറച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ താഴെയൊക്കെ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ആ ബ്രഷ് കൊണ്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലൊന്ന് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ആ ഒരു സൈഡിലും ആ ഒരു ക്യാപ്പ് വരുന്ന സൈഡില്ലേ അവിടെയും ഞാൻ ഈ പേപ്പേഴ്സ് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പേപ്പർ ഒട്ടിക്കാതെ വൂളൻ ത്രെഡോ എന്തെങ്കിലും ത്രെഡൊക്കെ ജൂട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചുറ്റാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പേപ്പേഴ്സ് ഒട്ടിക്കാതിരുന്നാൽ മതി. ഞാനപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു പേപ്പർ തന്നെയാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ മേലെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒരു സൈഡ് അകത്തോട്ടും കൂടെ ആക്കി ഇങ്ങനെ മടക്കി നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നല്ല ആ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് ഉണങ്ങാൻ വെക്കണം.
1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ശരിക്കും ഉണങ്ങി റെഡി ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് ടിന്നറാണ്. ടിന്നർ എന്ന് പറഞ്ഞത് നമുക്ക് ഈ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാനപ്പോൾ ഇവിടെ വീട് പണിയുടെ സമയത്ത് ബാക്കിയുള്ള ആ ഒരു ടിന്നറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതൊരു 2 ടേബിൾ സ്പൂണോളം ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊരു കെമിക്കലാണ്, അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. വായിലും കണ്ണിലൊന്നും ആവരുത്. പക്ഷേ കൈക്കൊന്നൊരു കുഴപ്പമില്ല കേട്ടോ, നല്ല തണുപ്പാണ്. കൈക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരുമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചിൻ്റെ പീസോ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഒരു ടിന്നറിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഈ പേപ്പേഴ്സിലെ ആ പേപ്പേഴ്സിലൊന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ പേപ്പേഴ്സിലുള്ള ആ ഒരു കളറൊക്കെ ഒന്ന് ഫെയ്ഡായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ ടിന്നർ അതുപോലെ ടെർപ്പൻറ്റൈനൊക്കെ യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് റിമൂവ് ചെയ്യാനാണല്ലോ. അത് തന്നെയാണ് നമുക്കും ഇവിടെ ആവശ്യം. അപ്പം നമ്മൾ ടെർപ്പൻറ്റൈനോ അല്ലെങ്കിൽ ടിന്നറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ പേപ്പേഴ്സിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ഫെയ്ഡാക്കി എടുക്കുകയാണ്. ഈ ടിന്നർ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. 1/2 ലിറ്ററിന് 65 രൂപയാണ് റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 30-35 രൂപയ്ക്കുള്ള ആ ഒരു റേറ്റിൽ കിട്ടും. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടെർപ്പൻറ്റൈനോ ടിന്നറോ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വിനാഗിരി ഇല്ലേ, അസറ്റിക് ആസിഡ്, അപ്പോൾ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വിനാഗിരിയും അതുപോലെ ടെർപ്പൻറ്റൈനും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മായ്ച്ചെടുക്കാൻ പറ്റും. നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ റൈറ്റിങ്സ് ഒന്നും കട്ട് ചെയ്തെടുക്കണ്ട. റൈറ്റിങ്സ് ഒക്കെ പോകാൻ ഭയങ്കര പണിയാണ്. ഈ പേപ്പേഴ്സിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് കിട്ടും. നമുക്ക് ഈ ടിന്നറാണെന്നുണ്ടെങ്കിൽ റൈറ്റിങ്സും കളറും എല്ലാം ഫെയ്ഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് ഉരയ്ക്കുന്ന സമയത്തും കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഉരയ്ക്കണം. കാരണം പേപ്പേഴ്സ് ആണല്ലോ നമ്മൾ ഒട്ടിച്ചത്, പ്രത്യേകിച്ച് വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഉരച്ച് ചെയ്യുമ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ബലം പ്രയോഗിക്കാതെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് അത് ഫെയ്ഡാക്കി എടുക്കണം. ഞാൻ വിനാഗിരി യൂസ് ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും എഫക്റ്റീവ് ഈ ടെർപ്പൻറ്റൈൻ ആണ്. ടെർപ്പൻറ്റൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി ട്രൈ ചെയ്താൽ മതി. കുറച്ചും കൂടെ കുറച്ച് അധിക സമയം നമ്മളൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ. ടെർപ്പൻറ്റൈൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു മേലെ സൈഡിൽ ഒട്ടിച്ചതും എല്ലായിടത്തും നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ടിന്നർ കുറച്ചൊരു പഴക്കമുണ്ട്, അതുകൊണ്ടാണ് ഈ റൈറ്റിങ്സ് ഒന്നും പെട്ടെന്ന് തന്നെ പോയി കിട്ടാത്തത്. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡായിട്ട് കിട്ടും. ഇതപ്പോൾ കുറച്ച് പഴക്കമുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനപ്പോൾ മാക്സിമം എന്നെ കൊണ്ടാകുന്ന രീതിയിലൊന്ന് ഫെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി സമയം ടിന്നർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു കളറുള്ള ആ ഒരു ഫെയ്ഡാണ് നല്ലതെന്ന്. ഇനി അപ്പോൾ ഈ ബോട്ടിൽ നമുക്കൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവോ എന്തെങ്കിലും വേണമല്ലോ. ഞാനപ്പം ഒരു സോപ്പിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു ഫ്ലവർ ഞാൻ വെട്ടിയെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഈ മാഗസിനിലൊക്കെ തന്നെയുള്ള എന്തെങ്കിലും നല്ല പൂക്കളോ അല്ലെങ്കിൽ ഡെക്കോ പേജ് ടിഷ്യൂ കയ്യിലുണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. അപ്പം ഞാൻ എല്ലാവർക്കും അത് കയ്യിലുണ്ടാവില്ലല്ലോ ഡെക്കോ പേജ് ടിഷ്യൂ ഒന്നും, അതുകൊണ്ടാണ് ഈ സോപ്പിൻ്റെതൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും കിട്ടുന്നതല്ലേ. അപ്പം നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഒരു പിക്ചറിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ പിക്ചേഴ്സ് ഒട്ടിക്കേണ്ട, ഒരു സൈഡിലോ അല്ലെങ്കിൽ നടുക്കൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ ഒരു സോപ്പിൻ്റെ കവറേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറേ കവർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനും. ഇനി നിങ്ങളിതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബട്ടർഫ്ലൈൻ്റെ പിക്ചറോ എന്തെങ്കിലും ഇതേപോലെ ബുക്സിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ വെട്ടിയെടുത്ത് ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാതെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആ ഒരു ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തുക. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ പെയിൻറ്റിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന പഴയ മാഗസിനും അതുപോലെ ടിന്നർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി അപ്പോൾ ടെസ്റ്റിമോണൽസ് ആണ്. സെമിന ഷഹബാസ് അയച്ചു തന്നതാണ്. മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ട്രൈ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാജൽ ഫ്രാൻസിസ് അയച്ചു തന്നത് പാംക്രാഫ്റ്റിന് പാം ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു കാർഡ് എന്ന് പറഞ്ഞിട്ടാണ്. പെയിൻറ്റ് ബോട്ടിൽ റീയൂസ് ചെയ്തിട്ട് ചെടി ചട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അതുപോലെ എല്ലാവരും ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.